എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. ഇന്നിവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ തടിയമ്പുത്തനാണ്. എങ്ങനെയാവോ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അതിനകത്തേക്ക് നമ്മളൊരു 3.5 കിലോൻ്റെ അടുത്ത് എല്ലും ഇറച്ചിയൊക്കെയും കൂടി കഴുകി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സവോളയും ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾ പൊടി, കറിവേപ്പില. ബാക്കിയുള്ള സാധനങ്ങൾ ഇടുന്നത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും കൂടി എണ്ണയൊന്നും ഒഴിക്കാതെ ചൂടാക്കിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ മസാല മൂത്ത് വരുന്നുണ്ട്, ഏറെക്കുറെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കളറ് മാറി വരണം. നമ്മൾ എന്നാലേ ബിരിയാണി ഉണ്ടാക്കി വരുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങ വറുത്തരച്ചും ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. കപ്പ ബിരിയാണിക്കുള്ള ഒരു ചെറിയ മസാല സെറ്റാക്കാനുള്ള ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഉടനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി സവോളയും കൂടി അതിനകത്തേക്ക് ചേർക്കാം. എല്ലാവർക്കും തക്കാളി വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അമ്മ അവിടെ നിന്ന് സജഷനൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും തക്കാളി വലിയ താല്പര്യം ഉണ്ടാവില്ല. തക്കാളി താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു കുറച്ച് കറിവേപ്പില ഇട്ടു. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബീഫിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണം. ബാക്കി നമുക്ക് അന്നേരം നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏറെക്കുറെ ഒന്ന് ഇതിനുള്ള മസാലയ്ക്കുള്ള സവോള വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റ് ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ കൂട്ടാക്കാം. ഇത് ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ആവശ്യത്തിന് നല്ല എരിവോട് കൂടി തന്നെയാണ്. അപ്പോൾ നമ്മളിത് നേരത്തെ ചൂടാക്കി വെച്ച മസാല ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെ നിർത്തുകയാണ്. ഈ മസാല നമ്മൾ നേരെ നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മസാല നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല ചൂടാക്കിയതിനകത്തേക്ക് റെഡിയാക്കിയതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നേക്കന വെള്ളം വേണം. ഇറച്ചിക്ക് ഒപ്പം വെള്ളം എന്തായാലും ആവശ്യമാണ്. അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് എല്ലാം റെഡിയാക്കിയിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മളത് മൂടി കൊടുക്കുകയാണ്.
നമുക്ക് ബീഫ് നല്ല മൂപ്പൊക്കെ ഉള്ള ബീഫാണെങ്കിൽ 2 വിസിൽ 3 വിസിലൊക്കെ വേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 6 കിലോ കപ്പയാണ് നുറുക്കി സെറ്റാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ്, കുറച്ച് മഞ്ഞൾ പൊടി, ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. കപ്പ കോരി എടുക്കുകയാണ്. പിന്നെ ബീഫ് ഒരു വിസിലടിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി അതെടുത്തിട്ട് അടുത്ത പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ ബീഫ് തുറക്കാൻ പോവുകയാണ്. തുറന്നിട്ട് നല്ല അത്യാവശ്യം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മസാല ഒക്കെ ഒന്ന് സെറ്റായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഒരു ഇച്ചിരി വെള്ളം ഒന്ന് തിളച്ച് വറ്റിക്കാം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വറുത്തരച്ച് വെച്ചേക്കണേ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കാൻ പോവാണേ. പുറത്തേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ഒരു സ്പൂണ് ചേർത്ത്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇത് ഇളക്കി കൊടുക്കണം. കപ്പ ഒന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ കപ്പ ബിരിയാണി ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മളിച്ചിരി ജ്യൂസി ആക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം കുറച്ച് ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റിച്ചിട്ട് കപ്പ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് അവസാന ഘട്ടമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയുന്നതായിരിക്കും കേട്ടോ. സൂപ്പറായിട്ടുണ്ട്.